കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലുള്ള ഒരു ചർച്ചയാണ് ഒലീവിയ ഡിസൈൻസ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ഷോപ്പിനെ പറ്റി. അവിടെ ജോലി ചെയ്ത പല പെൺകുട്ടികളും അവർക്കുണ്ടായ ദുരനുഭവങ്ങളൊക്കെ അന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കർണാടകയിൽ സ്വകാര്യ മേഖലയിൽ കന്നഡികർക്ക് സംവരണം നൽകണം എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു ബില്ല് പാസ്സാക്കാൻ പോവുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. പാസ്സാക്കുമോ ഇല്ലയോ എന്നൊക്കെ കണ്ടറിയണം. കർണാടകയിൽ ജോലി ചെയ്യുന്ന മലയാളികളെല്ലാം പരിഭ്രാന്തിയിലാണ്, അവരുടെ ജോലി പോവുമോ ഇല്ലയോ എന്നൊക്കെ ഓർത്ത്. ഈ രണ്ട് സംഭവങ്ങളും കാണിക്കുന്നത് കേരളത്തിലെ തൊഴിലില്ലായ്മയെ പറ്റിയാണ്. കേരളത്തിലെ തൊഴിലില്ലായ്മയെ പറ്റി പഠിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു സർവേ നടത്തണമെങ്കിൽ കേരളത്തിലല്ല അത് നടത്തേണ്ടത്. ബാംഗ്ലൂർ, ഹൈദരാബാദ്, ഡൽഹി, ചെന്നൈ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി നടത്തണം. നിങ്ങൾ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ പോയി ഒരു 5-10 മിനിറ്റ് നടന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു മലയാളിയെങ്കിലും ഏറ്റവും കുറഞ്ഞത് കാണാൻ പറ്റും. കാരണം കേരളത്തിൽ തൊഴിലവസരങ്ങൾ വളരെ കുറവാണ്. എന്തെങ്കിലും ജോലി കിട്ടിയാൽ തന്നെ സാലറി വളരെ കുറവായിരിക്കും. അതുകൊണ്ട് മിക്കവാറും ആളുകൾ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ജോലി അന്വേഷിച്ചു പോകുന്നത് സ്ഥിരമാണ്. ഒലീവിയ ഡിസൈൻസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ആ പെൺകുട്ടികൾ ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ നിവൃത്തികേട് കൊണ്ടാവും. പലരും അവിടെ സാലറി പ്രതീക്ഷിച്ചാണ് പോയതെന്നൊക്കെ പറയുന്നത് കേട്ടു. അതുപോലെ തന്നെ ഈ ബാംഗ്ലൂർ, ഹൈദരാബാദ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ജോലിക്ക് പോകുന്നവർ അവിടുത്തെ ലൈഫ് സ്റ്റൈൽ കണ്ട് മാത്രം പോകുന്നവരൊന്നല്ല. കേരളത്തിൽ ജോലി ചെയ്യുന്നതിന്റെ ഇരട്ടി സാലറി അവിടെ കിട്ടുമെന്ന പ്രതീക്ഷയിൽ പോകുന്നവരാണ്. ഞാനിപ്പോൾ മറ്റുള്ള മേഖലകളെ പറ്റി ഒന്നും പറയുന്നില്ല. ഞാൻ ജോലി ചെയ്ത മേഖലയെ പറ്റി പറയാം. ഞാൻ ജോലി ചെയ്തത് മെഡിക്കൽ ഫീൽഡിലാണ്. ഞാൻ പഠിച്ചിറങ്ങി കേരളത്തിൽ ജോലി അന്വേഷിച്ചപ്പം എനിക്ക് പറഞ്ഞ സാലറി എന്ന് പറയുന്നത് 7,000-7,500 ആ ഒരു ഇതായിരുന്നു. അതേസമയം ഞാൻ എൻ്റെ അതേ ക്വാളിഫിക്കേഷൻ വെച്ച് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ജോലി അന്വേഷിക്കുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും കുറഞ്ഞത് 15,000 എങ്കിലും സാലറി കിട്ടും. അതും ഹോസ്റ്റൽ ഫീസും PF എല്ലാം പിടിച്ചു കഴിഞ്ഞിട്ട്. മെഡിക്കൽ ഫീൽഡിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത് നേഴ്സുമാരാണ്. കേരളത്തിൽ 2018 ഒരു നിയമം വന്നിട്ടുണ്ടായിരുന്നു. 50 ബെഡിലധികമുള്ള ഹോസ്പിറ്റലുകളിൽ നേഴ്സുമാർക്ക് മിനിമം 20,000 എങ്കിലും സാലറി കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. എനിക്കറിയാവുന്ന 400-ലധികം ബെഡുള്ള ഹോസ്പിറ്റലിലെ സാലറി എന്ന് പറയുന്നത് 10,000 ആണ്. പിന്നെ ചെറിയ ഹോസ്പിറ്റലിലെ കാര്യം പറയണ്ടല്ലോ. കേരളത്തിലെ മിക്കവാറും ഹോസ്പിറ്റലുകളിൽ വരുന്നത് 2 ഷിഫ്റ്റാണ്. 12 മണിക്കൂറുള്ള 2 ഷിഫ്റ്റ് 6 ദിവസം നമ്മൾ ജോലി ചെയ്യണം. 7ാമത്തെ ദിവസം ഓഫ്. ചില ക്ലിനിക്കിലെ കാര്യം പറയുകയും വേണ്ട. നമ്മുടെ നാട്ടിൽ ഏത് ജോലിക്കാണെങ്കിലും 6 ദിവസം ജോലി ചെയ്ത് കഴിഞ്ഞ് 1 ദിവസം ഓഫ് കാണും. കേരളത്തിലെ പല ക്ലിനിക്കുകളിലും അങ്ങനെ ഒരു സംഭവം ഇല്ല. ചില ക്ലിനിക്കുകളിലൊക്കെ ഓഫ് എന്ന് പറയുന്നത് 1 മാസം 2 ദിവസമാണ്. അതായത് 4 ഞായറാഴ്ച ഉള്ളത് 2 ഞായറാഴ്ച മാത്രമേ ഓഫുള്ളൂ. ബാക്കി എല്ലാ ദിവസവും ഡ്യൂട്ടി കാണും. അങ്ങനെ പട്ടിപ്പണി ചെയ്തിട്ട് കിട്ടുന്ന സാലറി 7,500, 8,000 അതൊക്കെ ആയിരിക്കും. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും കൊണ്ട് പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്താൽ പോരേന്ന്. കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് എന്താ കാര്യം? പ്രൈവറ്റ് ഹോസ്പിറ്റലാണെന്ന് വിചാരിച്ചോ. ആ ഹോസ്പിറ്റലിൽ നടക്കുന്നവർക്ക് സാമ്പത്തികം ഉണ്ടായിരിക്കും, രാഷ്ട്രീയ പിടിപാടുകൾ ഉണ്ടായിരിക്കും. അവർ കാശിറക്കി കളിക്കുമ്പോഴത്തേക്ക് അവർക്ക് കേസിൽ നിന്നൊക്കെ സുഖമായിട്ട് ഊരിപ്പോകാൻ പറ്റും. 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ നെട്ടോട്ടോ ഓടുന്ന നമ്മളെപ്പോലുള്ള സാധാരണക്കാർ കേസ് കൊടുത്തപ്പോൾ ഒരു കാര്യമില്ല. നമ്മുടെ സമയവും പൈസയും എല്ലാം പോകുന്നത് മിച്ചം. അതുകൊണ്ടാണ് പലരും കേസ് കൊടുക്കാനായിട്ട് മടിക്കുന്നത്. അതിപ്പം മെഡിക്കൽ ഫീൽഡിൽ മാത്രമല്ല, മിക്കവാറും സ്വകാര്യ മേഖലകളിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ ഇതുപോലുള്ള പല ദുരനുഭവങ്ങളും പല ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വരാറുണ്ട്. അതൊക്കെ കൊണ്ടാണ് കൂടുതൽ ആളുകളും മറ്റുള്ള സംസ്ഥാനങ്ങളെയും മറ്റുള്ള രാജ്യങ്ങളെയും ജോലിക്കായിട്ട് ആശ്രയിക്കുന്നത്. അവിടെ പോയാലും ഭയങ്കര സുഖമൊന്നും കാണത്തില്ല. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ പോകുമ്പോഴും നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നേരിടേണ്ടി വരും. പക്ഷെ അവിടെ കൂടുതൽ സാലറി കിട്ടുമെന്ന ഒറ്റ കാരണം കൊണ്ടാണ് പലരും അവിടെ ജോലി ചെയ്യുന്നത്. ഇപ്പം കേരളം ഒഴികെയുള്ള മറ്റുള്ള എല്ലാ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മാത്രം ഒരു പുരോഗതിയില്ലാതെ ഇങ്ങനെ നിൽക്കുന്നത്. മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ കൂടുതൽ ഇൻവെസ്റ്റേഴ്സൊക്കെ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നു, പല സ്ഥാപനങ്ങൾ തുടങ്ങുന്നു, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. കേരളത്തിൽ മാത്രം ഒന്നുമില്ല. കേരളത്തിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള ഒരു നടപടിയും കേരള സർക്കാർ ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും തൊഴിലവസരങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അവിടെ എല്ലാ രാഷ്ട്രീയ പിടിപാടുള്ളവർ കയറി പറ്റും. എല്ലാ മേഖലയിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഈ 10,000 താഴേക്ക് 1 മാസം സാലറി കിട്ടിയത് കൊണ്ട് ഒരു കുടുംബം ഒരിക്കലും മുന്നോട്ട് പോകത്തില്ല. എനിക്കറിയാവുന്ന വിദ്യാഭ്യാസമുള്ള ഒത്തിരി ആളുകൾ ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. കേരളത്തിലെ ഡെവലപ്മെന്റിനെ പറ്റിയും അങ്ങനെയുള്ള സംഭവങ്ങളെ പറ്റിയൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, കേരളം സാക്ഷരതയിൽ മുന്നിലാണെന്ന്. സാക്ഷരതയിലും വിദ്യാഭ്യാസ നിലവാരത്തിലൊക്കെ കുറച്ച് മുന്നിലായിരിക്കും. പക്ഷേ ആ സാക്ഷരതയുള്ള ആളുകൾക്ക്, വിദ്യാഭ്യാസമുള്ളവർക്ക് ജോലി കൊടുക്കുന്ന കാര്യത്തിൽ കേരളം പിറകിലാണ്. ഇനിയെങ്കിലും നമ്മുടെ നേതാക്കന്മാർ സ്വന്തം വീട്ടുകാരെ നന്നാക്കാൻ നോക്കാതെ നാടും കൂടെ നന്നാക്കാനായിട്ട് കുറച്ചെങ്കിലും ശ്രമിച്ചിരുന്നെങ്കിൽ വളരെ ഉപകാരമായേനെ.